കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളും ജീവയും കൂടെ ആ വൃദ്ധസദനത്തിൽ നിന്ന് തിരികെ പോകാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയം ദേവകിയമ്മ ചോദിച്ചു, ഞാനും കൂടെ നിങ്ങളോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കാം. ഉണ്ണിമോള് പറഞ്ഞു, അത് വേണ്ട മുത്തശ്ശി, ഞങ്ങളെ വീട്ടിലേക്കല്ല, ഞങ്ങൾക്ക് കുറെ വീടുകളൊക്കെ കയറി ഇറങ്ങാനുണ്ട്, അതുകൊണ്ട് മുത്തശ്ശിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, വരണ്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവകിയും പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങളോടൊപ്പം വരുവാണെങ്കിൽ എനിക്ക് എന്റെ കൊച്ചുമോളെ ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചാലോ. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോള് ചോദിച്ചു, അല്ല മുത്തശ്ശിയുടെ കൊച്ചുമോൾ എങ്ങനെ ഇരിക്കണേ? അതിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെപ്പോലെ തന്നെ ഇരിക്കണേ, അതേ കണ്ണും അതേ മൂക്കും ഇതേ നിറം ഇത്രയും മണ്ണൊക്കെ ആയിട്ടാ ഇരിക്കണേന്ന് പറയാം. പെട്ടെന്ന് ഉണ്ണിമോള് ചോദിച്ചു, അപ്പൊ എന്നെപ്പോലെ അല്ലേന്ന് ചോദിക്കും. അതെ, എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഞങ്ങൾ അവളോട് പറയാം, മുത്തശ്ശിയുടെ അരിയിലേക്ക് മടങ്ങി വരാൻ പറയാന്ന് പറയാം. ഈ സമയം ദേവികം പറഞ്ഞു, അത് വേണ്ട, ഞാനും കൂടെ ഉണ്ടെങ്കിലേ ഒരു പക്ഷെ എനിക്ക് അവളെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റൂലോ, പിന്നെ ഞാൻ നടക്കുന്ന വഴികളിൽ എനിക്ക് കയ്യെ പിടിക്കാൻ ഒരാളും കൂടെ ആയാലോ, ഉണ്ണിമോളുടെ ഒപ്പം വരുവാണെങ്കിൽ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾ ആകെപ്പാടെ പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യാൻ പറ്റും, വയ്യാത്ത ഒരു മുത്തശ്ശിയാണ്, ആ മുത്തശ്ശിയെ കൈ പിടിച്ചെടുത്താന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ. മുത്തശ്ശി എന്നാ ഉണ്ണിമോള് പറഞ്ഞു, എന്നാ ശരി, മുത്തശ്ശി എന്നോടൊപ്പം വരാൻ പറയാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന അപ്പവും പറഞ്ഞു, അതെ പോയിട്ട് പോരാ കേട്ടോ, ഇനിയിപ്പോ എവിടെയും പോവാനായിട്ട് ആരുമില്ലാന്നൊരു ചിന്തയൊന്നും വേണ്ട കേട്ടോ, എപ്പോഴും ഈ വാതിൽ ഇവിടെ തുറന്നു തന്നെ കിടക്കും, മുത്തശ്ശിക്ക് എപ്പോ വേണം ഇങ്ങോട്ട് വരാന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് ദേവികമ്മ അവരോടൊപ്പം പോവാണ്. അങ്ങനെ ഉണ്ണിമോളുടെ കൈയും പിടിച്ച് മുത്തശ്ശി അങ്ങ് നടക്കുക, കൂടെ ജീവയുണ്ട്. ഈ സമയം ഉണ്ണിമോളെ ചോദിച്ചു, അല്ല മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ ഉണ്ണിമോളെ? അല്ല, മുത്തശ്ശിയുടെ കൊച്ചുമോൾ എന്തിനാ പിണങ്ങിപ്പോയത്? വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയതാണോ ചോദിക്കുക. അതൊന്നും അല്ല, മുത്തശ്ശിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എൻ്റെ മോനും മോൻ്റെ ഭാര്യയും പിന്നെ കൊച്ചുമോളും ആയിരുന്നു പറയണം. എന്നിട്ട് എന്ത് പറ്റി അവൾക്കെന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ഇപ്പോഴതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. അപ്പൊ ഉണ്ണിമോൾക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞ്. കുറെ ദൂരം ചെന്നപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി ഇവിടെ നിൽക്കിട്ടോ, ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാം, മണിമാളയിലേക്ക് ഉള്ള സാധനങ്ങൾ വേണം, ആദ്യത്തെ സാധനങ്ങൾ ആ വൃദ്ധസാധനത്തിലുള്ള ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിൽക്കുകയാണ്. പിന്നീട് ഉണ്ണിമോളും ജീവയും കൂടെ ആദ്യം സാധനം മേടിച്ചാൽ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ ആ സ്ത്രീ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെന്ത് മണിമാളയിലുള്ളവർക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തോന്ന് ചോദിക്കുക. ഇല്ല, ഉണ്ടാക്കി കൊടുത്തില്ല. അതെന്ത് പറ്റി ഉണ്ടാക്കി കൊടുക്കാത്തെ? അല്ല അത് പിന്നെ അമ്മേ, ഞങ്ങള് ആ സാധനങ്ങൾ വെച്ച് ആ വൃദ്ധസ്ഥാനത്തിലുള്ള ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, അവർ 2 ദിവസമായിട്ട് പട്ടിണിയായിരുന്നു, അതുകൊണ്ടാന്ന് പറയണ. ഓഹോ, അപ്പം നിങ്ങള് മണിമാളയിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ല അല്ലേ? അല്ല, കുറച്ച് സാധനങ്ങൾ തരണം, തന്ന് സഹായിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി വെച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതെ, ഇങ്ങനെ വന്നെന്ന് എപ്പോഴും എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ എടുത്തു തരാനായിട്ട് അരി സാധനങ്ങളൊന്നുമില്ല, നിങ്ങളൊന്നും പൊക്കേ പിള്ളേരെ, മണിമാളിയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞോണ്ടാ അരി സാധനങ്ങളും തന്നെ, നാട്ടുകാർക്ക് മുഴുവൻ വെച്ചു കൊടുക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയം ജീവ ചോദിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യും ഉണ്ണിമോളെ? നമ്മള് വഴിയുണ്ടാക്കാം, ധൈര്യമായിട്ട് ജീവൻ ചേട്ടൻ എൻ്റെ കൂടെ വരാൻ പറയാണ്. ഈ സമയം മുത്തശ്ശി നേരെ നടക്കുവാണ്. നടന്ന് നടന്ന് നേരെ ചെല്ലുന്ന ഗിരിദേവന്റെ വാവറുടെ അടുത്തേക്കാണ്. അവരെ കണ്ടത് ഉണ്ണിമോളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ്. ഗിരിദേവനെ കണ്ടതും മുത്തശ്ശി പറഞ്ഞു, എന്റെ ഉണ്ണിമോൾക്ക് എന്താ പറ്റിയത് ഗിരിദേവ? എന്നെ കണ്ടിട്ട് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കണ്ടെന്ന് പറയും. എങ്ങനെ വിഷമിക്കാതിരിക്കും, നിങ്ങളെ വിശ്വസിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വിട്ടേന്ന് പറയാം. ഈ സമയം വാവര് പറഞ്ഞു, ഒരു ചതി പറ്റിയതാ അവർക്ക്. ചതി പറ്റിയോ? അതെ, ഒരു ചതി പറ്റിയതാ, ചതിച്ച് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാന്ന് പറയാ. പക്ഷേങ്കിൽ ആ സ്ത്രീയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ജയന്തം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ ചതിച്ചു കൊണ്ടുവന്നാന്ന്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം അവരുടെ മകന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ അവർ ഉണ്ണിമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാ. മുത്തശ്ശിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല, എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഈ സമയം ജയന്തനും കല്ലും കൂടെ ക്ഷേത്രത്തിൽ ഇരിക്കുക. അവര് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് തിരുമേനി അങ്ങോട്ട് വരുന്നേ. തിരുമേനി വന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഉണ്ടായ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഈ സമയം ജയന്തൻ പറഞ്ഞു, വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാ ഞങ്ങൾ മണിമാളിയിലേക്ക് ചെന്നേ, അവിടുത്തെ ആ ഓട്ടുമണി മാറ്റാനായിട്ട്, പുതുക്കി പണിയാനായിട്ട്. കാരണം ഇപ്പൊ ഞാൻ ഇച്ചിരി പേരെടുത്തിരിക്കുന്ന സമയമല്ലേ, ആ സമയത്ത് പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് അധികം താല്പര്യമൊന്നുമില്ലായിരുന്നു പോകാനായിട്ട്. പക്ഷെ ഗിരിദേവൻ പറഞ്ഞു, അങ്ങോട്ട് പോയില്ലെങ്കിൽ ആൾക്കാരൊക്കെ പറയാം അഹങ്കാരം കൊണ്ടാണ് പോവാത്തേന്ന്, അതുകൊണ്ട് മാത്രം പോയത്. പോരാത്തതിന് എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനയല്ലായിരുന്നോ ഞാനൊരു നല്ല ശില്പിയായി തീരണം എന്നുള്ളത്. അപ്പൊ അതിനെനിക്ക് അവസരം കിട്ടിയല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ എങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തിരുമേനിക്ക് അറിയാലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു,
അതൊന്നും ഓർത്ത് ഇനിയിപ്പോ ജയന്തൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. എന്നാലും തിരുമേനി, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ ടീച്ചറിന്റെ അവസരം കൊണ്ട് തന്ന എനിക്കത് നല്ലവണ്ണം വിനിയോഗിക്കാനായിട്ട് പറ്റിയില്ല. അറിയാലോ, അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണങ്ങളൊക്കെ ഉണ്ടാക്കണ സമയത്ത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ പറ്റുമെന്ന്. പക്ഷേങ്കിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ടാണ് അതെനിക്ക് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. അപ്പൊ അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എനിക്ക് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷെ എല്ലാം വെറുതെ ആയി പോയെന്ന് പറയാം. ഈ സമയം കല്ല് പറഞ്ഞു, അതെ, ജയന്തൻ ചേട്ടൻ പറഞ്ഞുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. ഒരു പക്ഷേ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ ഗിരിദേവൻ ഉണ്ണിമോളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായിട്ടൊരു കാരണം കാണുമെന്ന് പറയാം. ജയന്ത് ചോദിച്ചാൽ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇതിനു മുമ്പ് ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ പോയടത്തുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തിരിച്ചു വന്നിട്ടല്ലേ ഉള്ളൂ. ഗിരിദേവൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുത ശക്തിയുള്ള കുട്ടിയാണെന്നാ ഞാൻ വിചാരിക്കണേ. അതുകൊണ്ടല്ലേ കിഴക്കേവാതിലെ ശാപമോഷമൊക്കെ കൊടുത്തേന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജയന്ന് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, ഉണ്ണിമോളുടെ ഓർമ്മശക്തി പോയില്ലേ. ഗിരിദേവൻ അത്ഭുത ശക്തിയുള്ള കുട്ടിയായിരുന്നെങ്കിൽ ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി തിരികെ കിട്ടില്ലായിരുന്നു ചോദിക്കാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, അതെ, നിങ്ങളിങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി പോയിട്ടുണ്ടെങ്കിൽ ഗിരിദേവൻ ഉണ്ണിമോളം കൂട്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം കാണും. എന്തേലും ഒരു കാരണമില്ലാതെ ഒരു കാരണവശാലും ഗിരിദേവൻ ഉണ്ണിമോളെയും കൊണ്ട് അവിടെ നിൽക്കത്തില്ല. നമുക്ക് വഴിയേലത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാനും പറഞ്ഞുകൊണ്ട് തിരുമേനി അവരെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ലീല നേരെ സതിയുടെ അടുത്തേക്ക് വരുവാണ്. സതി ഭയങ്കര വിഷമത്തില. സുരയുടെ അടുത്തുനിന്ന് ഒരിടത്തേക്ക് മാറാൻ പറ്റില്ല. സുര എണീക്കാൻ പോലും വയ്യാതെ അവസ്ഥയൊക്കെ കിടക്കുമല്ലേ. ഈ സമയം ലീല വന്നു കഴിഞ്ഞപ്പോൾ സതി പറഞ്ഞു, എത്ര ദിവസം എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. ലീല പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കുക, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പറയും. എന്ത് പരിഹാരം ഉണ്ടാവുന്ന ലീല നീ പറയണേ? ഇത് എത്ര ദിവസം ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്? ഇതുവരെ ആയിട്ടും ജീവനെ നിനക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? എന്റെ മോന്റെ അവസ്ഥ തന്നെയല്ലേ ഇപ്പൊ അവനും. അവൻ എഴുന്നേറ്റ് നടക്കുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്കും ഓർമ്മയില്ല, ഒരു ബോധമില്ല. അതെ, ഇവനിവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് മണിമാളയിലേക്ക് പോകാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ മണിമാളയിലേക്ക് പോകാനെന്ന് പറയാം. ഈ സമയം ലീല പറഞ്ഞു, വേണ്ട, നീ പോണ്ട, ഞാൻ പൊക്കോളാന്ന് പറയാം. നീ പോയിട്ട് എന്ത് ചെയ്യാനാ? ഇത്ര ദിവസം കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. പഴിക്കെ കൊണ്ട് കല അടയ്ക്കുന്ന പോലെ ആയി പോയില്ലെന്ന് ചോദിക്കുക. അതെ, ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നുള്ളൂ. നിന്റെ ഈ അവസ്ഥയിൽ നിന്നെ താങ്ങാനായിട്ട് നിന്റെ ഭർത്താവിനെ നീ വിളിക്കുക, നിന്നോടൊപ്പം ചേർക്കാൻ. നിങ്ങളുടെ രണ്ടുപേരുടെ മകനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ട് ലീല പറഞ്ഞേ, വേണ്ട വേണ്ട, എന്റെ മനസ്സ് അദ്ദേഹത്തിന് അറിയായിരിക്കുമല്ലോ. മോനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്താ കുഴപ്പം? സതി പറഞ്ഞു, അതെ, ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ടും വാശിയും വൈരാഗ്യം വെച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ല, നിന്റെ വിഷമങ്ങളൊക്കെ പറ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ജീവനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ലീല പറഞ്ഞു, അതിന്റെ കാര്യമില്ല, എനിക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങ് നടക്കുവാണ്. അപ്പോഴാണ് സതി പെട്ടെന്ന് സുരയുടെ അടുത്തേക്ക് എല്ലുന്നേ. സുരയുടെ അടുത്ത് നിന്ന് കയ്യെ പിടിച്ചത് കൈയൊക്കെ തണുത്ത് മരിച്ചിരിക്കുന്നു. ഒരു കരച്ചിലായിരുന്നു അവിടെ. ഈ സമയം കരച്ചിൽ കേട്ട് ലീല തിരികെ വരുവാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ദേ, സുരയുടെ കൈ മൊത്തം തണുത്ത് പോയി ഐസ് പോലെ ഇരിക്കുമെന്ന് പറയാം. ഇത് കേട്ടെന്നും ലീലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്റെ മോന്റെ ജീവൻ അപകടത്തിലാന്ന് തോന്നേ, അവൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാൻ തോന്നേ. എത്രയും പെട്ടെന്ന് ജീവനെ കൊണ്ടുവന്നില്ലെങ്കിൽ അവന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലീല അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗിരിദേവന്റെ ബാവയുടെ അടുത്ത് മുത്തശ്ശി ഇരിക്കുക. മുത്തശ്ശി ചോദിച്ച്, എന്നാലും ഗിരിദേവ, എന്റെ ഉണ്ണിമോൾക്ക് ഓർമ്മശക്തി ഇനി തിരികെ കിട്ടുവോ? ഈ ഗിരിദേവ പറഞ്ഞെല്ലാം കേട്ട് എനിക്കൊരു കുട്ടിക്കഥ ഏട്ടാ തോന്നേ. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു, അതെ, നമുക്ക് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ കഥകളായിട്ട് തോന്നും. പക്ഷേങ്കിൽ അല്ല, ഓരോ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു കഥയായിട്ട് തോന്നും. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണം, എങ്കിൽ മാത്രം നമ്മൾ അതിനകത്തുനിന്ന് ഒരു പാഠം പഠിക്കുള്ളൂ എന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഉണ്ണുമോൾക്ക് ഒരു അനുഭവം വന്നു കഴിയുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെന്ന് പറയാം. എന്നാലും എനിക്കുള്ളതെല്ലാം വിറ്റ് പറിക്കാൻ കൊടുക്കാം. മണിമാളയിലുള്ളവർക്ക് എന്ത് വേണം ഞാൻ ചെയ്തു കൊടുക്കാം. പകരം എന്റെ ജീവൻ വേണം കൊടുക്കാം. എന്നാലും എന്റെ ഉണ്ണിമോളുടെ ഓർമ്മശക്തി തിരികെ കിട്ടണം. എന്റെ ഉണ്ണിമോളെ എനിക്ക് വേണം, ജീവനായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് വേണമെന്ന് പറയാം. ഈ സമയത്ത് ഉണ്ണിമോളും ജീവയും കൂടെ അങ്ങോട്ട് വരുന്നത്. ആഹാ, മുത്തശ്ശി ഇവിടെ വന്നിരിക്കുമായിരുന്നോ? മുത്തശ്ശിനെ അവിടെ ഞങ്ങൾ നോക്കി കാണാൻ നോക്കുമ്പോൾ ഞങ്ങൾ ഓർത്തത് എവിടെ പോയെന്ന്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, മുത്തശ്ശി എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു പറയാം. അല്ല, മുത്തശ്ശി എന്തിനാ കരയണേന്ന് ചോദിക്കുക. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, മുത്തശ്ശന്റെ കൊച്ചുമോളെ കാണാത്തോണ്ട്. അയ്യോ, മുത്തശ്ശി വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഇച്ചിരി തിരക്കായി പോയതുകൊണ്ടാ. അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ മുത്തശ്ശിയുടെ കൊച്ചുമോളെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ട് തരാന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ, ഉണ്ണിമോൾ അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ലാന്ന് പറയണ. അല്ല ഗിരിദേവ,
ഗിരിദേവൻ ഒത്തിരി ശക്തിയൊക്കെ ഉള്ളതല്ലേ, അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നതല്ലേ, അന്നെങ്കില് മുത്തശ്ശിയുടെ കൊച്ചുമോളെ ഒന്ന് കാണിച്ചു കൊടുത്തുകൂടെയെന്ന് ചോദിക്കുക. ഇത് കേട്ടത് വാവര് പറഞ്ഞു, അല്ല ഉണ്ണിമോളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ മണിമാളയിലുള്ളവർക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനായിട്ട്. അങ്ങനെ ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു കഴിയുമ്പോഴത്തേനും മുത്തശ്ശിയുടെ കൊച്ചുമോളെ തിരികെ കിട്ടുമെന്ന് പറയാണ്. അതിന്റെ അർത്ഥം എന്താന്ന് ഉണ്ണിമോൾക്ക് മനസ്സിലായില്ല. ഉണ്ണിമോള് ചോദിച്ചു, അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞു? അതങ്ങനെയാണ്, ആദ്യം മണിമാളയിലുള്ളവരുടെ പൈതാങ്ങൾ ശമിപ്പിക്കാൻ നോക്ക്, എങ്കില് ഉണ്ണിമോൾക്ക് ഈ മുത്തശ്ശിയുടെ കൊച്ചുമോളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയാം. പക്ഷേങ്കില് ഈ സമയം ദേവയമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. ഉണ്ണിമോള് പറഞ്ഞു, അല്ല ഈ മുത്തശ്ശി എന്നിട്ടും കരച്ചിൽ നിർത്തുന്നില്ലോ, അതെന്താന്ന് ചോദിക്കാം. അതിനൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം മുത്തശ്ശിയുടെ കൊച്ചുമോളെ കണ്ടെത്തുന്നവരെ ഉണ്ണിമോള് മുത്തശ്ശീനെ സ്വന്തം മുത്തശ്ശിയായിട്ട് കരുതി അങ്ങോട്ട് സ്നേഹിക്കാൻ പറയാം. എനിക്ക് സ്നേഹം ഉണ്ടല്ലോ ഗിരിദേവ, പിന്നെന്താ കുഴപ്പം? അങ്ങനെയല്ല, സ്വന്തം കൊച്ചുമോളായിട്ട് മുത്തശ്ശിയോട് പെരുമാറണം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും മുത്തശ്ശിയുടെ കണ്ണീര് ഒപ്പി കൊടുക്കണം, മുത്തശ്ശി കരയുമ്പോൾ മുത്തശ്ശിനെ സമാധാനിപ്പിക്കണം. മനസ്സിലായെന്ന് ചോദിക്കാം. മനസ്സിലായെന്ന് പറയാം. പിന്നീട് ഉണ്ണിമോളെ എന്ന് മുത്തശ്ശിയുടെ കണ്ണീര് ഒപ്പിയിട്ട് ദേവികമ്മയുടെ കവിളൊരു ഉമ്മ കൊടുക്കുകയാണ്. ദേവികമ്മ ഉണ്ണിമോളെ ചേർത്ത് പിടിക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.